നിങ്ങൾ ഈ ഒരു സംഭവത്തിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന അട്ടയാണ്. ഇന്നലെ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വന്ന് ചായ കുടിക്കുന്ന ആ ഒരു ടൈമിലാണ് വാപ്പ പെട്ടെന്ന് കയറി വന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് പറയണ്ട കേട്ടോ, ഇത് വാപ്പയുടെ കാലിൽ ചോര, കാല് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ ആൾ അടുക്കളയിൽ പോയി ഓടി ഉപ്പ് എടുത്തുകൊണ്ട് പോകണ്ടായിരുന്നു. അപ്പോൾ എന്തിനാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് വന്ന് നോക്കിയപ്പോഴാണ് വാപ്പയുടെ കാലിൽ നിന്ന് ഒരുപാട് ചോര പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ആക്ച്വലി വാപ്പ അറിഞ്ഞിട്ടില്ല ഈ ഒരു അട്ട കാലിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് കുടുംബശ്രീ ചേച്ചിമാർ കുറേ കപ്പൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ പെട്ടെന്ന് വെള്ളം കയറുന്നൊരു സ്ഥലമാണ് കേട്ടോ. അത് പണ്ട് പാടായിരുന്നു, പിന്നീട് അത് എപ്പോഴൊക്കെയോ നികത്തിയിട്ടാണ് അത് പറമ്പായി സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ വെള്ളം കയറും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ചീഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ആവശ്യക്കാരോട് അത് കപ്പ പറിച്ചെടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു അട്ട വാപ്പയുടെ കാലിൽ കയറിയിട്ടുണ്ടായിരുന്നത്. വാപ്പതേ കുറേ കപ്പ ഇതുപോലെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ പുറത്തെ വർക്കേരിയുടെ കിളിവാതിൽ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു പറമ്പ് കാണാം കേട്ടോ. ഈ ഒരു പറമ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ ഒരു മരമാണ്. ആ ഒരു മരം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? പണ്ട് ബാലരമയിൽ രാജുവും രാധയൊക്കെ ഇരുന്ന് കഥ പറയുന്ന ആ ഒരു മരച്ചോട് പോലെ എനിക്ക് എപ്പോഴും തോന്നും കേട്ടോ. ഇതിപ്പോൾ വെള്ളം കെട്ടിയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പറമ്പ് കാണാൻ ഇത്ര വൃത്തിഹീനമായിട്ട് തോന്നുന്നത്. വെള്ളമൊക്കെ മാറി ഈ ഒരു പുല്ലൊക്കെ വെട്ടിക്കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. രാത്രിയായി കഴിയുമ്പോൾ ഈ ഒരു പാടത്ത് നിന്ന് ചീവീടിൻ്റെ കരച്ചിലും തവളയുടെ കരച്ചിലൊക്കെ കേൾക്കാം കേട്ടോ. അതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോയി. രാത്രി തന്നെ ആ ഒരു കപ്പയൊക്കെ വെട്ടി എല്ലാവർക്കും കൊടുക്കേണ്ടതൊക്കെ വേർതിരിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ എടുത്തു വെച്ചു. എൻ്റെ വീട്ടിലേക്കുള്ളതും അനിയത്തിൻ്റെ വീട്ടിലേക്കുള്ളതും ഞങ്ങൾ രാത്രി തന്നെ കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. 2 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അവിടെ ചീരയൊക്കെ മുള്ളൻചീരയുടെ മുള്ള കളഞ്ഞ് നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ മധുരക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരാൻ പറഞ്ഞിട്ട് ഈസുവിന് ഡ്രസ്സ് ഇരിക്കാൻ വന്നപ്പോഴത്തേക്കും അവളിതേ ബാക്കിൽ കാമാൻ്റെ സെൻറ്ററിൽ കയറാൻ കണ്ടിരുന്നു. ഈസു ഉടുപ്പുണ്ടേ? ഉടുപ്പുണ്ടേ? ഉപ്പാണോ? ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. പിന്നെ അവിടുന്ന് കുറച്ച് മാങ്ങ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് രാത്രി ഒരു 10, 10:30, 11 മണി ആവാറായി തിരിച്ചു വന്നപ്പോൾ. എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു.